മാന്യ സദസ്സിന് നമസ്കാരം. മലയാള നോവൽ പ്രസ്ഥാനത്തെ ആധുനികതയിലേക്ക് നയിച്ചവരിൽ പ്രഥമ ഗണനീയനായ എം മുകുന്ദന്റെ കൃതികളിൽ നാഗരിക ജനസംഘർഷങ്ങളുടെയും മൃത്യുബോധത്തിന്റെയും അസ്തിത്വബെതിയുടെയും പുതിയ അനുഭവങ്ങൾ കണ്ടെത്താനാകും. 2024 70ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച ഉത്തര കേരളത്തിലെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്ന മാഹിയുടെ മയ്യഴിയുടെ പൂർവകാല ചരിത്രങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. 43 അധ്യായങ്ങളുള്ള ഈ കൃതി 1974 പ്രസിദ്ധീകരിക്കപ്പെട്ട് 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ MB പോൾ അവാർഡിനും മുട്ടത്ത് വർക്കി അവാർഡിനും അർഹമായി. മലയാള സാഹിത്യത്തിലെ ഇന്ത്യൻ സാഹിത്യകാരനും നയതന്ത്രജ്ഞനുമായ മണിയമ്പത്ത് മുകുന്ദൻ എന്ന എം മുകുന്ദൻ 1942 സെപ്റ്റംബർ 10 ജനിച്ചു. ആദ്യകാല കൃതികളിൽ മയ്യഴി പശ്ചാത്തലമാക്കിയതിനാൽ മയ്യഴിയുടെ കഥാകാരൻ എന്ന പേര് നേടിക്കൊടുത്തു. പ്രവാസം, ദൈവത്തിന്റെ വികൃതികൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ്. മയ്യഴിയുടെ ആരും പറയാത്ത കഥകളിലൂടെ ഗ്രാമത്തിന്റെ ആത്മാവിലേക്കാണ് കഥാകൃത്ത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മാഹി മുൻകാല ഫ്രഞ്ച് കോളനിയുടെ സാമൂഹികവും സാംസ്കാരികവുമായ നവഭാവങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട്. മരണം വരെ ലെസ്സി സാഹിബിന്റെ കുതിര കുളമ്പടികൾക്ക് കാതോർക്കുന്ന കുറമ്പിയമ്മയിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. കുറമ്പിയമ്മയുടെ പൊടിടപ്പി നിറയെ ഓർമ്മകളാണ്. 3 തലമുറകളിലൂടെ കഥ പറയുന്ന ഈ കൃതി അവസാനം വരെ വിഷാദം എന്ന ഭാവം കൊണ്ടു നടക്കുന്നുണ്ട്. എങ്കിലും നോവലിന്റെ ഭാഷ അതീവ മനോഹരമാണ്. ദാസൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത മാർഗം വഴി അവന്റെയും അവന്റെ കുടുംബാംഗങ്ങളുടെയും ജീവിതം എങ്ങനെ മാറി മറയുന്നു എന്നതാണ് ഈ കൃതിയുടെ ഇതിവൃത്തം. മയ്യഴിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ദാസന് ജോലിയൊന്നും ലഭിക്കുന്നില്ല. ജോലിയില്ലാത്ത ദാസനും മാസ്റ്ററുടെ അനന്തരവളായ ചന്ദ്രികയും തമ്മിലുള്ള പ്രണയത്തെ വളരെ കാവ്യാത്മകമായി ഈ കൃതിയിൽ വർണ്ണിച്ചിരിക്കുന്നു. ജോലിയില്ലാത്ത ദാസനും മാസ്റ്ററുടെ അനന്തരവളായ ചന്ദ്രികയും തമ്മിലുള്ള പ്രണയത്തിൽ ചന്ദ്രികയുടെ അച്ഛനായ ഭരതൻ തടസ്സം നിൽക്കുന്നു. ദാസനെ തനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ചന്ദ്രിക സ്വയം ജീവനൊടുക്കുന്നത് വായനക്കാരെ ഏറെ വേദനിപ്പിക്കുന്നു. നോവലിന്റെ ഒടുക്കം ചെന്ന് എത്തി നിൽക്കുന്നത് നിസ്സഹായ മനുഷ്യ ജീവിതത്തിന്റെ ദയനീയതയിലാണ്. എല്ലാം നഷ്ടപ്പെട്ട ദാസൻ ഒടുവിൽ ജീവൻ ഒടുക്കുന്നു. എം മുകുന്ദൻ അത് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. അജ്ഞാതിയായി പരന്നു കിടന്ന സമുദ്രത്തിൽ അങ്ങകലെ വെള്ളിയാങ്കല്ല് കാണാമായിരുന്നു. അതിലെ തുമ്പികൾ പാറു നടന്നിരുന്നു. അതിലൊരു തുമ്പി ദാസന്റെ ആത്മാവായിരുന്നു. കേന്ദ്ര കഥാപാത്രങ്ങളിലൂടെ അതിനെ സ്വാധീനിക്കുന്ന മറ്റ് കഥാപാത്രങ്ങളിലൂടെ മയ്യഴിയുടെ ചിത്രത്തെ അനാവരണം ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഈ കൃതിയെ മറ്റു കൃതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരു ഗ്രാമത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെള്ളിയാങ്കല്ലിലെ യാഥാർത്ഥ്യങ്ങളും ഇതിഹാസങ്ങളും കെട്ടുകഥകളും സത്യത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് സാധ്യമല്ല എന്ന്. മലയാളത്തിലെ മാസ്റ്റർ പീസുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ഈ നോവൽ അനിവാചക ഹൃദയങ്ങളിലൂടെ ഇന്നും അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബംഗ്ലാവിൽ തനിച്ച് താമസിക്കുന്ന ഭരതനും ലെസ്സി സാഹിബിന്റെ മകൻ ഗസ്റ്റോൺ സാഹിബും കുറമ്പിയമ്മയും ദാസനും ചന്ദ്രികയുമെല്ലാം മലയാളികളുടെ മനസ്സിനെ എന്നും ഈറനണീച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നന്ദി, നമസ്കാരം.